ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിലെ ചെറിയൊരു ബാൽക്കണി മേക്ക് ഓവർ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മേക്ക് ഓവർ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനു വേണ്ടി ഞാൻ ആകെ 500 രൂപയെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇതിനു വേണ്ടി ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. കുറച്ച് മരക്കഷ്ണങ്ങളും കുറച്ച് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കുറച്ച് ആണി പോലുള്ള ഐറ്റംസൊക്കെ. ഇതാണ് എൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ ബാൽക്കണിൻ്റെ അവസ്ഥ. ഇത് നമ്മൾ കാര്യമായിട്ട് യൂസ് ആക്കാത്തൊരു ഏരിയ ആണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് വന്ന മരക്കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ അരച്ച് ഒന്ന് നീറ്റാക്കി എടുത്ത് അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇതിനുവേണ്ടി ഞാൻ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യില്ലെന്ന് ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 500 രൂപ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ പ്രിൻറ്റസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് ഇത് വാങ്ങിക്കാനൊന്നും കഴിയില്ലാന്ന് വിചാരിച്ച് ഞാൻ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുപോലെ ആവില്ലെങ്കിൽ ഏകദേശം അതുപോലെ ആക്കിയെടുക്കാമെന്ന് കരുതി അങ്ങനെ അതിൻ്റെ പണി തുടങ്ങി. അങ്ങനെ ആണിയൊക്കെ അടിച്ച് ഏകദേശം അതിൻ്റെ ഒരു രൂപത്തിലും കോലത്തിലും അതിനാക്കിയെടുത്ത് പിന്നെ പെയിൻ്റ് അടിക്കാനുള്ളതായിരുന്നു കടമ്പ. ഇവിടെ പണ്ടെങ്ങാനും വാങ്ങിച്ചൊരു പെയിൻ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാനത് ഒരു ഡബിൾ കോട്ടൊക്കെ ചെയ്ത് അതും ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത്. ഇത് പ്യുവർ വൈറ്റ് ഒന്നും അല്ലെങ്കിലും ഏകദേശം വൈറ്റ് പോലെ തന്നെയാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത്ര ബോറായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല. പെയിൻറ്റ് അടിച്ച് നോക്കുമ്പോൾ ആ ഫോട്ടോ ഉള്ളതുപോലെ ഏകദേശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. 2000 രൂപേൻ്റെ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ കറക്റ്റ് അളവിലുള്ളതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനും ചാൻസ് ഇല്ലല്ലോ, മരക്കഷ്ണമൊന്നും. അങ്ങനെ അതിന് ശേഷം നല്ല വിശപ്പ് വന്നപ്പോൾ ഞാൻ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഓരോ സാധനങ്ങൾ പെറുക്കൽ തുടങ്ങി. നമുക്ക് ഓരോ പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ വീട്ടിൽ എപ്പോൾ കളഞ്ഞ കുറേ പാത്രങ്ങളൊക്കെ കിട്ടി അതൊക്കെ നല്ലോണം ക്ലീനാക്കി എടുത്ത് അതിനുശേഷം അതിന് ഓരോ ഹോൾസൊക്കെ ഇട്ട് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ ആ പാത്രങ്ങൾക്കും പെയിൻ്റ് അടി തുടങ്ങി. അങ്ങനെ ഇത് എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിനെങ്ങാനും കിട്ടിയൊരു പാത്രം, അത് വെച്ച് നല്ലൊരു പോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അതിന് പെയിൻ്റൊക്കെ അടിച്ച് അതിലൊരു കുറച്ച് ഹാർഡ് ഷേപ്സൊക്കെ വരച്ച് അതും ഒന്ന് നീറ്റാക്കി എടുത്ത് അത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പോട്ട്. അതിൽ ഞാൻ വിചാരിച്ചതുപോലെ പ്ലാന്റ്സൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും തോന്നി. പിന്നെ ഇനി കാണുന്ന 2 പോട്ട്സ് ഞാൻ വാങ്ങിച്ചതാണ്. ഒന്നിന് 50 രൂപയാണ് വില വന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഡോട്ട്സ് ഉള്ളത് വാങ്ങിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് 100 രൂപ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഡോട്ട്സ് ഞാൻ തന്നെ അങ്ങ് വരച്ചു കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. അങ്ങനെ ബ്രൗൺ കളറിൽ വൈറ്റ് ഡോട്ടും യെല്ലോ കളറിൽ ബ്ലാക്ക് ഡോട്ടും വെച്ച് വരച്ചെടുത്ത്. പിന്നെ കുറച്ച് ചെറിയ ബൗൾസ് എടുത്ത് അതിനും പെയിൻറ്റ് ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് അതും സെറ്റാക്കി. പിന്നെ ഈ കാണുന്ന ഹാങ്കിങ്ങും ഞാൻ DIY ചെയ്തെടുത്തതാണ്. ഇതിനും ഞാൻ മീഷോയിൽ നോക്കുമ്പോൾ ഒരു ലോക്കൽ സാധനത്തിന് തന്നെ 200-300 റേറ്റ് കാണുന്നു. അങ്ങനെ അതും ഒരു മരക്കഷ്ണം വെച്ച് അതും സെറ്റ് ചെയ്തു. ഇതിൽ ഞാൻ ആകെ പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഒരു 3 പ്ലാന്റ്സും പിന്നെ ഒരു 2 ബ്രൗൺ കളർ പോട്ടും പിന്നെ ആ 2 ഹാങ്കിങ് പോട്ടും മാത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കിയാലോ. ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും ഇതിൽ ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തെടുത്തതായത് ഒരു ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുമല്ലോ. അതുപോലെ തന്നെ പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് ചെറിയൊരു പച്ചപ്പ് കാണാമെന്നുള്ളത് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.